എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീക്കെൻഡ്സ് ആകുമ്പോൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും കേട്ടോ, എടുത്തേക്കെങ്കിലും പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു വീക്കെൻഡിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സാറ്റർഡേ നൈറ്റ് ആയിരുന്നു. ഞങ്ങൾ നേരെ പോയത് പയ്യാമ്പലത്തേക്കാണ് കേട്ടോ. രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് എനിക്ക് വേണ്ടിയിട്ടും ഒന്ന് മോന് വേണ്ടിയിട്ടുമായിരുന്നു കേട്ടോ. മോൻ കുറേ ആയിട്ട് പറയുന്നു ഈ കിഡ്സ് ബേയിലേക്ക് വരണമെന്ന്. ഇതൊരു പ്ലേ ഏരിയ ആണ്. പയ്യാമ്പലം ബീച്ചിന് ഓപ്പോസിറ്റുള്ള ഒരു ടർഫിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണിത്. ടർഫിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ അവരിങ്ങനെ പ്ലേ ഏരിയയ്ക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കുട്ടികൾക്ക് മാത്രമാണ്, മുതിർന്നവർക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനുള്ള ഓരോ സ്ഥലങ്ങൾ മാത്രമേ അതിനുള്ളിലുള്ളൂ. ടർഫിനുള്ളിലേക്ക് കയറണമെങ്കിൽ ഒരാൾക്ക് എൻട്രൻസ് ഫീ 50 രൂപയാണ്. അത് ആര് കയറുന്നുണ്ടെങ്കിലും ഉണ്ട് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേ റേറ്റ് തന്നെയാണ്. പിന്നെ ചില റൈഡ്സിൽ കയറണമെങ്കിൽ എക്സ്ട്രാ ഫീസ് കൊടുക്കണം, 40 രൂപ. അത് 1-2 റൈഡ്സിന് മാത്രമേ ഉള്ളൂ. അതിൽ കയറുന്നില്ലെങ്കിലും ആ 50 രൂപക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ കുട്ടികൾക്ക്. അവിടെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ടർഫ് മൊത്തത്തിൽ നീറ്റായിരുന്നു, ക്ലീൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കുട്ടികളെ അങ്ങ് അഴിച്ചു വിടാനുള്ള ഒരു സമാധാനം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒറ്റൊരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനും ഇറങ്ങാനും ഒറ്റൊരു വഴി ആയതുകൊണ്ട് നമുക്ക് ധൈര്യമാണ്. അതിൻ്റെ ഉള്ളിൽ വിട്ടാൽ വേറെ എവിടെയും പോവില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ പുറത്ത് ഒരാൾ ടിക്കറ്റ് ചെക്കർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുട്ടികളെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ലെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. ടർഫിന് ചുറ്റിലും പാരൻസിന് ഇരിക്കാനുള്ള ചെറിയൊരു സ്പേസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ അങ്ങനെ, കാരണം ഫാമിലി ആയിട്ട് വരുന്നവർ, കുട്ടികൾക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഫാമിലിയെ ആയിട്ട് കണ്ണൂരൊക്കെ വരുന്നവരാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് പുറത്തിരുന്നിട്ട് അവിടെ ചെറിയ ഫുഡ് സ്പോട്ടുകളുണ്ട്, അവിടുന്ന് ഫുഡ് വാങ്ങി കഴിച്ച് പുറത്ത് കുട്ടികളെ നോക്കിയിരിക്കുക. നല്ലൊരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി. കാരണം പാരൻസിന് എന്തെങ്കിലും സംസാരിച്ചിരിക്കാനൊക്കെ പുറത്തിരിക്കാം, കുട്ടികളെ ഈ ടർഫിനുള്ളിലേക്ക് വിടാം. നല്ലൊരു സംഭവമായിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് വന്ന് നോക്കുക. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അവിടുന്ന് പുറത്തിറങ്ങാനാണ് കേട്ടോ പണി. പിന്നെ അതിനോട് പുറത്ത് ഇങ്ങനെ ഹങ്കർ ബേ എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് സ്പോട്ട് ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അവിടെ മെയിനായിട്ടും മോമോസാണ് ഉണ്ടായത്. ഞങ്ങൾ 2 വെറൈറ്റി മോമോസ് വാങ്ങി. ഒന്ന് നോർമൽ, പിന്നെ ഒന്ന് പെരി പെരി ആയിരുന്നു. ടേസ്റ്റ് പറയാൻ വയ്യ, അത്രയും ഗുഡായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റേ. നമ്മൾ ട്രൈ ചെയ്തതിൽ വെച്ചിട്ട് നല്ല മോമോസുകളിൽ ഒന്ന് ഇവിടുത്തതായിരുന്നു. മോനെ കോട്ടൺ ക്യാൻഡി വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണേ. ഞങ്ങൾ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഒന്ന് വാങ്ങിയിട്ട് എല്ലാവരും കൂടി കടിച്ചു. എന്നിട്ടും അത് തീർന്നിട്ടില്ല. അങ്ങനെ കുഞ്ഞും കുട്ടികൾക്കൊന്നും ഇത് വാങ്ങിക്കൊടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഫുൾ പഞ്ചസാരയാണല്ലോ. അതിങ്ങനെ കഴിച്ച് തീരുന്നുണ്ടായിട്ടില്ല. നമ്മൾ 4 ആൾക്കാരെ കൂടി കഴിച്ചിട്ടും പിന്നെ അത് ബാക്കിയായിരുന്നു കേട്ടോ. മോനെ വയ്യാകുമ്പോഴത്തേക്ക് അത് മടുത്തു. പിന്നെ അതിങ്ങനെ മെൽട്ടായി കയ്യിലെല്ലാം ഒട്ടിപ്പിടിച്ച്, ശരിക്കും പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു പണിയാണ്. വയ്യാകുമ്പോഴത്തേക്കും നമുക്കൊരലമ്പായി തോന്നിയത്. പിന്നെ ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. വലിയ എക്സ്പെൻസീവായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല, എല്ലാം വേർത്തായിരുന്നു. അത്രയും ഫുഡിന് ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ഫുഡെല്ലാം വാങ്ങി അവിടുന്ന് ഷെയർ ചെയ്ത് കഴിച്ച്, അതല്ലേ ഒരു സന്തോഷം. അങ്ങനെ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇനി ഫുഡിന് വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് വന്നു പോകുമെന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് അത്രയും നല്ലതായിരുന്നു. നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു കേട്ടോ. കിഡ്സ് ബേയിലേക്ക് വരുന്നവർക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യം അതിനുള്ളിൽ തന്നെയുണ്ട്. വീക്ക് ഡേയ്സിൽ പാർക്കിംഗ് ഫീ ഇല്ല, അല്ലാത്തവരുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നോക്കി പോകുന്നതന്നെ. ഞാൻ ഇൻസ്റ്റാ പേജിൽ കണ്ടിട്ട് ഒരു ഫ്ലീ മാർക്കറ്റ് പയ്യാമ്പലത്തുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോകുന്നതാണ്. പക്ഷേ ഇത് ഏത് ഭാഗത്താണെന്നറിയില്ല. അങ്ങനെ നോക്കി പോയിട്ട് അവസാനം ഞങ്ങളത് കണ്ടെത്തി. സെയിം സൈഡിൽ തന്നെയായിരുന്നു കേട്ടോ. മറ്റൊരു ടർഫിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയിലെ ഒരു ഫ്ലീ മാർക്കറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ ഫ്ലീ മാർക്കറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. കണ്ണൂർ കിസ്സ എന്നുള്ള പേരിൽ നമുക്ക് കളറാക്കാം എന്നുള്ളൊരു ടാഗ് ലൈനോട് കൂടിയിട്ട് കുറച്ച് യൂത്ത് സംഘടിപ്പിച്ച ഒരു ഫ്ലീ മാർക്കറ്റായിരുന്നു ഇതെന്ന് എനിക്ക് തോന്നി. അത്രയും നല്ലൊരു വൈബ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരത് കളറാക്കി. അത്രയും നല്ലൊരു വൈബായിരുന്നു അതിനുള്ളിൽ ഉണ്ടായത്. ലേറ്റ് നൈറ്റാണ്, എന്നിട്ട് കൂടി ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആരും അങ്ങനെ തിരക്ക് പിടിച്ച് പോകാൻ വന്നവരല്ല. വളരെ പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്.
ഈ ഫ്ലീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റാളുകളാണ് ഉണ്ടാവുക. പുതിയ സംരംഭകരുടെ ഒരുപാട് സ്റ്റാളുകളാണ് ഉണ്ടായത്. മെയിനായിട്ട് ഡ്രസ്സിൻ്റെ തന്നെ ഉണ്ടായത്. പിന്നെ ഇങ്ങനെ നല്ലൊരു വൈബാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഒരു ഫോട്ടോ ബൂത്ത് പോലെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതാണ് നമ്മുടെ കണ്ണൂരിലെ ഓരോ ഡയലോഗ്സ്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അവിടെ കുട്ടികളെല്ലാം അതിങ്ങനെ തട്ടി തട്ടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണ് ഈ ഫ്ലീ മാർക്കറ്റ്, എന്താണ് കണ്ണൂർ കിസ്സ, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞാൻ കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഞാൻ വിളിച്ചു വന്നതാണ് ഇങ്ങോട്ടേക്ക് വേണ്ടിയിട്ട്. പക്ഷെ ആ വെർത്ത് നന്നായിട്ടെന്ന് എനിക്ക് തോന്നി. എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റി. പുതിയൊരു വൈബല്ലേ. നമ്മുടെ കണ്ണൂർ ഇങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല തോന്നിട്ടാ. ഇങ്ങനെ ഒരുപാട് പുതിയ സംരംഭകരുടെ ഇൻസ്റ്റാ പേജുകളുള്ള ആൾക്കാരുടെ സ്റ്റാളുകളുണ്ട് അവിടെ. ഇതെല്ലാം ക്രോഷ്യ വർക്ക് ചെയ്ത ടോയ്സ് ആണ്. എന്തൊരു ക്യൂട്ടായിരുന്നു എന്നറിയാം കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ അതുണ്ടാവും. കാരണം അത്രയും പണിയില്ലേ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഇത് വീട്ടമ്മമാരാവാം. ഇതൊരു കൂട്ടം സംരംഭകരുടെ ഐറ്റംസ് ആണെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. ഒരുപാടുണ്ടായത് ഈ ഡ്രസ്സിൻ്റെ സ്റ്റാളുകൾ തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ സംരംഭങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ പുതിയ സംരംഭകരുടെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവർ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തേ. പിന്നെ അവിടെ ഇങ്ങനെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു, അവരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ആ ടർഫിൽ കുത്തിയിരുന്ന് അതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു വൈബായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു, കുറേ പാട്ടുകൾ കേട്ടു. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഫ്ലീ മാർക്കറ്റുകൾ ഇനിയും കണ്ണൂർ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കേട്ടോ. നല്ലൊരു വൈബല്ലേ, എനിക്കിഷ്ടമാണ് കേട്ടോ ഇത്തരം വൈബുകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലേറ്റ് നൈറ്റ് ആയിട്ടും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഫുഡ് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ മോനത് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പിന്നെ നേരെ പോയത് ടർക്വൈസിലേക്കാണ്. ഇതൊരു പഴയ വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിലൊരു റെസ്റ്റോറൻ്റാണ്. ഞങ്ങളുടെ സ്ഥിരം ഒരു ഫുഡ് സ്പോട്ട് തന്നെയാണ് കേട്ടോ. നല്ല ഫുഡാണ് ഇവിടെ. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ എന്നാലും നമുക്ക് ക്വാളിറ്റി ഫുഡ് കിട്ടും. നമ്മൾ ലൈറ്റായിട്ട് കുറച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ മുകളിലാണ് ഇരുന്നത് വീടിൻ്റെ. ഈ ഒരു സ്റ്റെയറൊക്കെ കണ്ടോ, പഴയ തറവാടാണ്. ഇതിൻ്റെ അകത്ത് ഇറങ്ങലൊരു ടാസ്ക്കാണ്. കുത്തനെയുള്ള സ്റ്റേഴ്സ് ആണ് കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. സമയം 11 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അപ്പോഴും ഇങ്ങനെ മെല്ലെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു സമയമാവുന്നത്ര കേട്ടോ. വീക്കെൻഡ്സിലൊക്കെ ഇങ്ങനെ ലേറ്റായിട്ട് പുറത്ത് പോകുന്നതിലും അതെല്ലാം ഒരു സന്തോഷമല്ലേ. ഞങ്ങളതെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.